ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 8-ാം തീയതി ഞായറാഴ്ച, ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി. ഈ പഞ്ചമിക്ക് കൃഷ്ണപഞ്ചമി എന്നാണ് പേര്. ഈ പഞ്ചമി കൃഷ്ണപഞ്ചമി എന്നും രംഗപഞ്ചമി എന്നും ദേവപഞ്ചമി എന്നും അറിയപ്പെടുന്നു. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് മാസം 7-ാം തീയതി രാത്രി 7:17 മുതൽ 8-ാം തീയതി രാത്രി 9:10 വരെയാണ്. അതുകൊണ്ട് മാർച്ച് മാസം 8-ാം തീയതി ഞായറാഴ്ചയാണ് കൃഷ്ണപഞ്ചമി അല്ലെങ്കിൽ രംഗപഞ്ചമിയായി ആചരിക്കുന്നത്. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത് കൃഷ്ണപഞ്ചമി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. ഹോളിയുടെ 5-ാമത്തെ ദിവസം ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി കൃഷ്ണപഞ്ചമിയായി ആചരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയോടൊപ്പം ഹോളി ആഘോഷിച്ചു. നിറങ്ങൾ വാരി എറിഞ്ഞ് കൃഷ്ണനും രാധയും ഹോളി ആഘോഷിച്ച ദിവസമാണ് കൃഷ്ണപഞ്ചമിയായി ആഘോഷിക്കുന്നത്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി തിഥിയിലാണ് കൃഷ്ണനും രാധാറാണിയും ഹോളി ആഘോഷിച്ചത്. ഹോളി എന്ന കളി തുടങ്ങിയതുപോലും കൃഷ്ണനാണ്. കൃഷ്ണനും ഗോപികമാരും ചേർന്നാണ് ആദ്യമായി ഹോളി ആഘോഷിച്ചത്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി തിഥിയിലാണ് ശ്രീകൃഷ്ണനും രാധാറാണിയും കൂടി ചേർന്ന് ഹോളി ആഘോഷിച്ചത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. അതായത് ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും സഹോദരിയുണ്ട്. അവർക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ പേരാണ് ഹോളിക. ഹോളിക ഒരിക്കൽ പ്രഹ്ലാദനെ കൊല്ലുന്നതിന് വേണ്ടി, അതായത് അച്ഛൻ പലതവണ ശ്രമിക്കുന്നു പ്രഹ്ലാദനെ കൊല്ലാനായിട്ട്. പക്ഷേ ഒരു കാരണവശാലും പ്രഹ്ലാദന് മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഹോളിക എന്ന സഹോദരി പ്രഹ്ലാദനെ മടിയിലിരുത്തിക്കൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഹോളികയെ ഒരിക്കലും അഗ്നി തീണ്ടില്ല എന്ന ഒരു വരം ഹോളിക സമ്പാദിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഹോളികയ്ക്ക് ഒരു തുണി കൊടുത്തിരുന്നു അഗ്നിദേവൻ. ആ തുണി പുതച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹോളികയ്ക്ക് ഒരു കാരണവശാലും മരണം സംഭവിക്കുകയില്ല എന്നാണ് വരം. അങ്ങനെ ഈ തുണിയൊക്കെ പുതച്ചുകൊണ്ട്, ഒരു ഷാളാണ്, ആ ഷാളൊക്കെ പുതച്ചുകൊണ്ട് കുഞ്ഞു പ്രഹ്ലാദനെ മടിയിലിരുത്തിക്കൊണ്ട് ഹോളിക അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. മടിയിലിരുന്നു കൊണ്ട്, അപ്പച്ചിയുടെ മടിയിലിരുന്നു കൊണ്ട് കുട്ടി നാരായണ നാമം ജപിക്കുന്നു. ആ സമയത്ത് വലിയ ഒരു കാറ്റ് വരികയും ഹോളികയുടെ ശരീരത്തിൽ നിന്നും ആ തുണി പറന്ന് പ്രഹ്ലാദൻ്റെ ശരീരത്തിൽ വന്ന് മൂടുകയും അങ്ങനെ അഗ്നിയിൽ നിന്ന് പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ഹോളിക വെന്തു മരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് ഹോളിക ദഹൻ എന്ന ഒരു ചടങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ നടത്തുന്നുണ്ട്. ഇതും ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ 2 ഐതിഹ്യങ്ങളാണ് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ ദിവസം കൃഷ്ണഭക്തര് രാധികാ സമേതനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. രാധാറാണിക്ക് പ്രത്യേക പൂജകൾ ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നു. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നു. ഭഗവാനും ദേവിക്കും സമർപ്പിക്കുന്നു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നു. ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, നൃത്തം ചെയ്യുന്നു, പാട്ട് പാടുന്നു. ഇങ്ങനെ വൈഷ്ണവർക്ക് വലിയ ആഘോഷമാണ് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയായ കൃഷ്ണപഞ്ചമി. കലർപ്പില്ലാത്ത സത്യസന്ധമായ സ്നേഹത്തിൻ്റെ മാതൃകയാണ് കൃഷ്ണനും രാധയും. ഭാഗവതം പറയുന്നത്
ഗോപസ്ത്രീകളോളം ഭക്തി മറ്റാർക്കുമില്ല എന്നാണ്. അവർക്ക് യാതൊന്നിനോടും മോഹമില്ല. കൃഷ്ണനോട് മാത്രമേ മോഹമുള്ളൂ. എപ്പോഴും അവർ ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവരുടെ കൂടെ എപ്പോഴും ഇരിക്കണം, ഇതല്ലാതെ മറ്റൊരാഗ്രഹവും അവർക്കില്ല. എപ്പോഴും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കണം, കൃഷ്ണൻ തങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കണം, ചിരിക്കണം, കുസൃതികൾ കാട്ടണം, ഇതല്ലാതെ മറ്റൊരാഗ്രഹവും അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഭാഗവതം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തകളെന്ന് പറയുന്നത് ഗോപികമാരാണ്. രാധാറാണിയുടെ ഭക്തിക്ക് തുല്യമായി മറ്റൊരു ഭക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. വൈകുണ്ഠത്തിൻ്റെ തലസ്ഥാനമാണ് ഗോലോകം. ആ ഗോലോകത്തിലാണ് ഭഗവാനും രാധാറാണിയും വസിക്കുന്നത്. ഒരിക്കലും ഭഗവാൻ രാധാറാണിയോട് പറയുകയാണ്, ഞാൻ ഭൂമിയിലേക്ക് പോവുകയാണ്, അവിടെ കൃഷ്ണനായി അവതരിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാധാറാണിക്ക് വലിയ വിരഹമുണ്ടാവുകയും എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല കൃഷ്ണ, എനിക്ക് പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ രാധാറാണി ഭഗവാനില്ലാത്ത ആ ഗോലോകത്തിൽ തനിച്ചു താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാനേക്കാൾ മുന്നേ വൃന്ദാവനത്തിൽ വന്ന് ജനിക്കുന്നു. ആ സമയത്ത് രാധാറാണി പറയുന്നുണ്ട്, ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകാം, പക്ഷേ അവിടെ ഗോവർദ്ധന പർവ്വതം വേണം, യമുനാ നദി വേണം, ഈ മണ്ണും വേണം എന്ന് പറയുന്നുണ്ട്. ആ മണ്ണാണ് നമ്മളൊക്കെ നെറ്റിയിൽ തൊടുന്ന ഗോപീചന്ദനം. ഈ 3 കാര്യങ്ങളും എൻ്റെ കൂടെ അവിടെ വേണം എന്ന് രാധാറാണി ഭഗവാനോട് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ രാധാറാണി ഭൂമിയിൽ അവതരിക്കുന്നു. പക്ഷേ കണ്ണടഞ്ഞിരുന്നു, കണ്ണു തുറക്കുന്നില്ല. വൃഷഭാനു എന്ന ഗോപന് രാധാറാണിയെ കിട്ടുമ്പോൾ കണ്ണു തുറക്കുന്നില്ലായിരുന്നു. കണ്ണടച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് വൃഷഭാനുവിന് കിട്ടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴാണോ കാണാൻ സാധിക്കുന്നത്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയെ കാണാൻ വരുന്ന സമയത്താണ് ആദ്യമായി ആ കുട്ടി കണ്ണു തുറക്കുന്നത്. ആദ്യമായി രാധാറാണി കാണുന്നത്, സ്വർണ്ണ നിറമുള്ള രാധാറാണി കാണുന്നത് കൃഷ്ണനെയാണ്. അതുവരെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഈ കുട്ടി കണ്ണു തുറക്കില്ല, ഈ കുട്ടിക്ക് ജീവനില്ല എന്നൊക്കെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ശ്വസിക്കുന്നുണ്ട് കുട്ടി, പക്ഷെ അനങ്ങുന്നില്ല, കണ്ണടച്ചു കിടക്കുകയാണ്. കൃഷ്ണനും ബലരാമനും നന്ദഗോപരും യശോദയും ഒക്കെ വൃഷഭാനുവിൻ്റെ വീട്ടിൽ വന്ന സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൊട്ടിലിൽ കിടക്കുന്ന രാധാറാണിയുടെ ആ തൊട്ടിലിലേക്ക് ഇഴഞ്ഞു കയറി രാധാറാണിയുടെ ശരീരത്തിൽ ഇടിക്കുന്ന സമയത്താണ് രാധാറാണി ആദ്യമായി കണ്ണു തുറന്ന് കരയുന്നത്. ഈ ഭൂമിയിൽ രാധാറാണി ആദ്യമായി കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ കുഞ്ഞു മുഖമാണ്. ഭഗവാനില്ലാത്ത ഗോലോകത്തിൽ തനിക്ക് താമസിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഭൂമിയിലേക്ക് പോകുന്ന ആളാണ് രാധാറാണി. ഇവിടെ വന്ന് കണ്ണടച്ച് അനങ്ങാതെ കിടക്കുകയായിരുന്നു. വൃഷഭാനുവിന് ലഭിച്ചതാണ് രാധാറാണിയെ. വൃഷഭാനു വീട്ടിൽ കൊണ്ടുപോയി വളർത്തുകയാണ്. യമുനാ നദിയിൽ ഒഴുകി വരുന്ന ആ സ്വർണ്ണ നിറമുള്ള ആ കുട്ടിയെ വൃഷഭാനു എന്ന ഗോപൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുകയായിരുന്നു. അത്ര നിഷ്കാമമായ ഭക്തിയാണ് രാധാറാണിക്കുണ്ടായിരുന്നത്. രാധാറാണിക്ക് മാത്രമല്ല, സകല ഗോപസ്ത്രീകൾക്കും അത്ര നിഷ്കാമമായ ഭക്തിയാണ് ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണനെ തനിക്ക് ഭർത്താവായി ലഭിക്കണമെന്ന് കരുതി എല്ലാ ഗോപസ്ത്രീകളും കാർത്യായനി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. കാരണം എപ്പോഴും അവർക്ക് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ കൊച്ചുകുട്ടിയാണ് കൃഷ്ണൻ. കൊച്ചുകുട്ടിയായ 7 വയസ്സും 6 വയസ്സും പ്രായമുള്ള ആ കുട്ടിയുടെ കൂടെ എപ്പോഴും കളിച്ചും
രസിച്ചുമിരിക്കണം എന്നാണ് ഗോപസ്ത്രീകൾ കരുതുന്നത്. അവർക്ക് മറ്റൊന്നും ആഗ്രഹമില്ല, ഒരാഗ്രഹവുമില്ല. ഭഗവാന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം, മറ്റൊരാഗ്രഹവും അവർക്കില്ല. ഉദ്ധവര് പോലും ഇവരുടെ ഭക്തി കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. മുരളീധരനായിട്ടാണ് നമ്മൾ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത്. ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ഒരു ഓടക്കുഴൽ ഉണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ മധുരയിലേക്ക് പോയതിനു ശേഷം, അതായത് ഭഗവാന് 8 വയസ്സ് ഉള്ളപ്പോഴാണ് ഭഗവാൻ മധുരയിലേക്ക് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഭഗവാന്റെ കയ്യിൽ ആ ഓടക്കുഴൽ കണ്ടിട്ടില്ല. ഭഗവാൻ അതിനുശേഷം ഒരിക്കൽ പോലും വേണുഗാനം ആലപിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. ആ ഓടക്കുഴൽ പോകുന്നതിന് മുമ്പ്, മധുരയിലേക്ക് പോകുന്നതിന് മുമ്പ് ആർക്കാണ് ഭഗവാൻ സമ്മാനിച്ചത്? ആ ഓടക്കുഴൽ രാധാറാണിക്കാണ് സമ്മാനിച്ചത്. ഒരു നിധി പോലെ രാധാറാണി ആ ഓടക്കുഴൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഭഗവാൻ മധുരയിലേക്ക് പോയതിനു ശേഷം പിന്നീട് ഗോപസ്ത്രീകളെയോ രാധാറാണിയെയോ കണ്ടിട്ടില്ല. പക്ഷേ പിന്നെ കണ്ടു. എപ്പോഴാണ്? സ്യമന്ത പഞ്ചകത്തിലെ തീർത്ഥയാത്രാ സമയത്താണ് പിന്നീട് അവർ കാണുന്നത്. മകരമാസത്തിലെ ഒരു സൂര്യഗ്രഹണ സമയത്ത്, ആ പുണ്യദിനത്തിൽ ബലി തർപ്പണാദികൾ ചെയ്യുന്നതിനായിട്ട് വളരെ വലിയ ഒരു ആൾക്കൂട്ടം സ്യമന്ത പഞ്ചകത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ സമയത്ത് ഗോകുലത്തിൽ നിന്ന് ഗോപസ്ത്രീകളും ഗോപന്മാരും യശോദയും നന്ദഗോപരും രാധാറാണിയും, ദ്വാരകയിൽ നിന്ന് ദുര്യോധനനും മറ്റ് സഹോദരന്മാരും, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പാണ്ഡവരും കൃഷ്ണനും എല്ലാവരും ആ സമയത്ത് അവിടേക്ക് എത്തിച്ചേരുന്നു. കൃഷ്ണനും വസുദേവരും ദേവകിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യമാരും എല്ലാവരും അവിടെ എത്തിച്ചേരുന്നു. ആ സമയത്താണ് വീണ്ടും ഭഗവാൻ രാധാറാണിയെയും ഗോപസ്ത്രീകളെയും കാണുന്നത്. അവിടെ വെച്ച് ഒരു വലിയ യാഗം നടക്കുന്നുണ്ട്. ആ യാഗത്തിൻ്റെ അവസാനത്തിൽ, അതായത് ആ യാഗത്തിൽ പങ്കെടുത്തിട്ട് പോയാൽ മതി എന്ന് കൃഷ്ണൻ നന്ദഗോപരോടും യശോദയോടും മറ്റു ഗോപസ്ത്രീകളോടും എല്ലാവരോടും പറയുന്നു. അവരെല്ലാവരും ആ യാഗത്തിൽ കൂടി പങ്കെടുക്കുന്നു. അതിനുശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അന്നാണ് ഗോപസ്ത്രീകളും ഗോപന്മാരും യശോദയും നന്ദഗോപരും എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനോട് അവസാനമായി യാത്ര പറഞ്ഞത്. പിന്നീട് അവർ പരസ്പരം കണ്ടിട്ടില്ല ഈ ഭൂമിയിൽ വെച്ച്. അത്ര നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു കൃഷ്ണനും രാധാറാണിയും തമ്മിലുണ്ടായിരുന്നത്. അതുപോലൊരു സ്നേഹം നമുക്ക് അതിനു മുമ്പോ അതിനു ശേഷമോ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. നമുക്ക് രാധാറാണിയുടെ ഒരു കീർത്തനം ഒന്ന് നോക്കാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉരുക്കിയ സ്വർണ്ണ നിറമുള്ള ശ്രീ രാധാറാണിക്ക് ഞാൻ എൻ്റെ ആദരവ് നമസ്കാരം അർപ്പിക്കുന്നു. ഹേ ദേവി, അവിടുന്ന് വൃന്ദാവനത്തിലെ രാജ്ഞിയും വൃഷഭാനു മഹാരാജാവിൻ്റെ മകളുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ പ്രിയപ്പെട്ടവളുമാണ് എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഈ നാമം നിത്യേന ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അപാരമായ സ്നേഹം ലഭിക്കും എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത. എല്ലാ ദിവസവും ഈ നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി ദിവസമായ 2026 മാർച്ച് മാസം 8-ാം തീയതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക,
കഥകൾ കേൾക്കുക, പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.